നമസ്കാരം, ലാലൂർ ദേവസ്ഥാനാണ്. ഇന്ന് എനിക്കൊരു രസകരമായിട്ടുള്ളൊരു മെസ്സേജ് വന്നു. ആ മെസ്സേജിനെ അടിസ്ഥാനമാക്കിയിട്ടൊരു വീഡിയോ. അത് എല്ലാവർക്കും അങ്ങനെ തോന്നാം. അങ്ങനത്തെ ഒരു സംശയം അല്ലെങ്കിൽ ഒരു തെറ്റിദ്ധാരണ ആൾക്കാരിൽ ഉണ്ടാവുന്നത് മാറിക്കോട്ടെ എന്ന് കരുതിയിട്ടാണ് ഈ ഒരു വീഡിയോ ഇടുന്നത്, യൂട്യൂബിൽ ഇടുന്നത്. മനസ്സിലായ? അതായത് വാക്കുകൾ ഇനിയിപ്പോൾ അത് മെസ്സേജ് നോക്കണം. എന്നാലും പറയാം, എൻ്റെ കാമുകിനെ എനിക്ക് എവിടെയാണെന്ന് അറിയണം. അവളെവിടെയാണ്? അവളെ പേര് റിയ എന്നാണ്. എനിക്ക് അവളെ കാണണം, കിട്ടണം. ഞാൻ രാധയെ പോലെ സ്നേഹിക്കുന്നു. നല്ല നല്ല വാക്കുകളാണ്, കേൾക്കാനൊക്കെ നല്ല ഇമ്പുണ്ട്, കേൾക്കാനും വായിക്കാനൊക്കെ നല്ല രസമായിട്ടുള്ളതാണ്. ഒരു തെറ്റിദ്ധാരണയുടെ പുറത്താന്ന് തോന്നുന്നുണ്ട് എൻ്റെ അടുത്തേക്ക് അയച്ചിട്ടുള്ളത്. നമ്മൾ കാര്യങ്ങളൊക്കെ ചെയ്യുന്ന ആൾ തന്നെയാണെങ്കിൽ പൂജ്യം കർമ്മങ്ങളൊക്കെ ചെയ്യുന്നുണ്ടെങ്കിൽ വശ്യകർമ്മം കാര്യങ്ങളൊക്കെയാണ് ഇതിന് ചെയ്യേണ്ടത്. അതൊക്കെ ചെയ്യും എന്നുണ്ടെങ്കിലും ഈ ചോദിച്ച ചോദ്യം എന്ന് പറയുന്നത് ഒരു തെറ്റിദ്ധാരണ വെച്ച് പുലർത്തിയിട്ടാണ്. അതായത് ആള് കരുതിയിരിക്കുന്നത് ഞാൻ എന്തോ മാജിക് കാണിക്കും അല്ലെങ്കിൽ അത്ഭുത പ്രവർത്തികളൊക്കെ കാണിക്കുന്ന ഒരാളാണെന്ന് കരുതിയിട്ടാണെന്ന് തോന്നുന്നു ആ കുട്ടി എന്നോട് ഇങ്ങനെ പറഞ്ഞിട്ടുള്ളത്. അങ്ങനത്തെ ഒരു ധാരണ ആർക്കും വേണ്ട. എനിക്ക് അത്ഭുത പ്രവർത്തികളൊന്നും കാണിക്കാനായിട്ട് അറിയില്ല, മാജിക് കാണിക്കാൻ അറിയില്ല, ബ്ലാക്ക് മാജിക് ഒന്നും എനിക്ക് കാണിക്കാൻ അറിയില്ല. എനിക്കറിയാവുന്ന സത്യസന്ധമായിട്ട് കർമ്മങ്ങൾ ചെയ്യാനായിട്ട് അറിയാം. അതായത് നിങ്ങൾ ആരെങ്കിലും ഇവിടേക്ക് എന്തെങ്കിലും ഒരു കർമ്മങ്ങൾ ചെയ്യണോ, നൈവേദ്യ കലശം ചെയ്യണോ, ഗണപതി ഹോമം ചെയ്യാണോ, വശ്യകർമ്മങ്ങൾ ചെയ്യണോ, ഭിന്നവൈരവി ചെയ്യണോ, അങ്ങനെ ഏത് കർമ്മം ആയിക്കോട്ടെ, കർമ്മങ്ങൾ ചെയ്യുന്നത് സത്യസന്ധമായിട്ട് കൃത്യതയോട് കൂടിയിട്ട് യാതൊരുവിധ വിട്ടുവീഴ്ചകളില്ലാതെ, എക്സ്ക്യൂസ് ചെയ്യാതെ, അതായത് ഒരു കാര്യത്തിൽ ഒന്നിലും കുറവ് വരുത്താതെ കൃത്യമായിട്ട് ചെയ്യുന്ന ഒരു ആളാണ് ഞാൻ. അത്രേ ഉള്ളൂ. അല്ലാതെ എനിക്ക് ബ്ലാക്ക് മാജിക് അതുപോലെ തന്നെ തുള്ളിയിരിക്കുക, ഇവിടെ തുള്ളലൊന്നുമില്ല, കൽപ്പന പറയലൊന്നുമില്ല ഇവിടെ. ഞാൻ നിങ്ങൾ എന്താണ് കൃത്യമായിട്ട് സ്വാമിയുടെ അടുത്ത് പറയുന്നത് അത് എൻ്റെ അടുത്തും കൂടി പറയുകയാണെങ്കിൽ ഞാനത് നിങ്ങളുടെ പേരിൽ സ്വാമിയോട് പറയും. ഞാൻ സ്വാമിയിലേക്ക് അടുക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ഒരാളാണ്. ഇത് ഒരുപാട് തവണ ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഞാൻ ഇന്നലെ വരെ ചെയ്തിട്ടുള്ളതൊക്കെ തെറ്റുകളാണെന്ന് മനസ്സിലാക്കിയപ്പോഴാണ് ഞാൻ ഈ ലാലൂർ ദേവസ്ഥാനം എന്ന മൂർത്തികളിലേക്ക് ഞാൻ എന്നെ അർപ്പിച്ചത്. ആ അർപ്പണബോധം സത്യാന്തമായിട്ടുള്ളതിൻ്റെ പേരിലായിരിക്കാം, അല്ലെങ്കിൽ ഞാൻ ചെയ്യുന്ന പ്രവർത്തികളുടെ ആണോ, ഇനി എന്താണോ എന്നറിയില്ല. സ്വാമികൾക്ക് എന്നോടുള്ള അനുഗ്രഹം കൊണ്ടാണോ എന്നറിയില്ല. ലാലൂർ ദേവസ്ഥാന മൂർത്തികളിൽ അത്യാവശ്യം ഒരുവിധം എല്ലാവരുടെ അടുത്തേക്ക് എത്തിയിട്ടുണ്ട്. അതുപോലെ തന്നെ എല്ലാവർക്കും അനുഗ്രഹങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നുണ്ട്. അത് എൻ്റെ കഴിവല്ല, അത് ആ മൂർത്തിയുടെ കഴിവാണ്. ആ മൂർത്തികളിലേക്ക് എത്താനുള്ള സാഹചര്യങ്ങൾ ഒരുക്കി തരികയാണ് ഞാൻ ചെയ്യുന്നത്. നിങ്ങളുടെ ഉള്ളിലത്തെ നെഗറ്റീവായ പിശാചിനെ എടുത്ത് കളഞ്ഞ് നിങ്ങളുടെ ഉള്ളിലെ പോസിറ്റീവ് എനർജി നിറച്ച്, അതായത് പിശാചിനെ പുറത്താക്കി സ്വാമിയായ ദൈവത്തിനെ പ്രതിഷ്ഠിച്ച് നിങ്ങളുടെ ഉള്ളിലെ അശുദ്ധമായിട്ടുള്ള മറ്റുള്ള കാര്യങ്ങളൊക്കെ കളഞ്ഞ് നിങ്ങളുടെ ഉള്ളിലേക്ക് അറിവ് പകർന്ന്, എനിക്കറിയാവുന്ന അറിവുകൾ പകർന്ന് തന്ന് ദൈവത്തിലേക്ക് അടുപ്പിച്ച് ദൈവത്തിനെ കൊണ്ട് തന്നെ നിങ്ങളുടെ കാര്യങ്ങൾ നിവർത്തിച്ച് തരുന്ന രീതിയാണ് ഞാൻ പഠിച്ചിട്ടുള്ളത്, ഞാൻ ചെയ്യുന്നത്. അല്ലാതെ എനിക്ക് ബ്ലാക്ക് മാജിക് ഒന്നും അറിയില്ല. ദൈവം സഹായിച്ച് ഞാൻ ചെയ്യുന്ന പ്രവർത്തികൾക്ക് അനുഗ്രഹം ഉണ്ടെന്ന് തോന്നുന്നു. അതാണെന്ന് തോന്നുന്നുണ്ട്. ഒരുപാട് സ്റ്റേറ്റ്മെൻറ്റുകളുണ്ട്. എല്ലാ സ്റ്റേറ്റ്മെൻറ്റും നമുക്ക് ഇടാൻ പറ്റില്ലല്ലോ. ഒരുപാട് സ്റ്റേറ്റ്മെൻറ്റുകൾ ഉണ്ടായിരിക്കാം. അതെല്ലാം നമുക്ക് ഇടാൻ പറ്റില്ല. എന്നാലും ഞാൻ പരമാവധി ഇടാൻ ശ്രമിക്കാറുണ്ട്. അതായത് എൻ്റെ ആവശ്യം തന്നെ സ്വാമിയുടെ പേരും പ്രശസ്തിയും ലോകം മുഴുവൻ എത്തിക്കുക എന്നുള്ളതാണ്. മനസ്സിലായോ? അപ്പം അങ്ങനെ ആരും തെറ്റിദ്ധരിക്കണ്ട. ഇവിടെ അതുപോലെ തന്നെ ഇങ്ങോട്ട് വരുന്നവർ അതിനെക്കുറിച്ചൊക്കെ ആലോചിക്കുക. ഇവിടെ തുള്ളൽ കൽപ്പന പറയലൊന്നും ഇല്ല. നിങ്ങൾക്ക് നേരിട്ട് സ്വാമിയോട് പറയാം. എന്നോടും കൂടി പറയുമ്പോൾ അത് ഞാൻ സ്വാമിയോട് നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഞാൻ അത് ഇടയ്ക്കിടയ്ക്ക് പറഞ്ഞുകൊണ്ടിരിക്കുന്നു മാത്രം. മറ്റുള്ളവർക്ക് ഒരു തവണ പുഷ്പാഞ്ജലിക്ക് കൊടുത്താൽ ചെയ്യുള്ളൂ, ഇവിടെ നിത്യം ചെയ്യും. അത്രേ ഉള്ളൂ മാറ്റം. അതായത് ഞാൻ എൻ്റെ അടുത്ത് ഒരു ദിവസം ഏകദേശം 700,000 അടുത്ത് പുഷ്പാഞ്ജലികൾ ചെയ്യുന്നുണ്ട്. എല്ലാവരും തന്നിട്ടുള്ളതല്ല. എന്നും അത്രയ്ക്കൊന്നും പുഷ്പാഞ്ജലികളൊന്നും ഇവിടെ വരാറില്ല. ഞാൻ ചെയ്യുന്നത് തുടർച്ചയായിട്ട് എല്ലാവർക്കും വേണ്ടി ചെയ്തു പോകും. അത് ആദ്യമേ തൊട്ട് ശീലിച്ചതാണ്. ഇവിടെ ദക്ഷിണയ്ക്ക് വേണ്ടിയിട്ടല്ല, എല്ലാവരുടെ ഉന്നമനത്തിലോട് കൂടിയിട്ട് സ്വാമി മുഖേന നിങ്ങളുടെ കാര്യങ്ങൾ നടക്കുമ്പോൾ നിങ്ങളിലൂടെ സ്വാമീനെ ലോകത്തേക്ക് എത്തിക്കുക എന്നുള്ളതാണ് എൻ്റെ ഈ കർമ്മത്തിൻ്റെ ഉദ്ദേശം. അല്ലാണ്ട് എനിക്ക് മാജിക് കാണിക്കുക അല്ലെങ്കിൽ അവിടെ അത് കാണിക്കുക ഇത് കാണിക്കുക ഇതൊന്നുമില്ല. പിന്നെ കർമ്മങ്ങൾ ചെയ്യണതിൻ്റെ അനുഭവം തരുന്നത് സ്വാമിയാണ്. മനസ്സിലായ? ഓക്കെ, എല്ലാവരും മനസ്സിലാക്കി ദൈവത്തിലേക്ക് എടുക്കുക. ജപം മുടക്കാതിരിക്കുക. ജപത്തിലൂടെയാണ് ദൈവത്തിലേക്ക് എത്താനുള്ള ഏറ്റവും നല്ല മാർഗം. ഞാൻ പറഞ്ഞിട്ടുള്ളതല്ല, ഒരുപാട് പേര് ചെയ്തിട്ടുള്ളതാണ്, ഒരുപാട് പേർക്ക് അനുഭവങ്ങൾ ഉള്ളതാണ്.
പണ്ട് കാലത്ത് എന്നും പറയുന്ന ഒരു വാക്ക് തന്നെയാണ്, ബ്രഹ്മവിഷ്ണു മഹേശ്വരന്മാരെ വരെ പ്രത്യക്ഷപ്പെടുത്താൻ പറ്റുന്ന ഒരേ ഒരു ഉപാധിയാണ് തപസ്, അതായത് ജപം. നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന അത്രയ്ക്ക് ജപം ചെയ്യുക, ദൈവത്തിലേക്ക് എടുക്കുക, കാര്യങ്ങൾ നടത്തുക. ലാലൂർ ദേവസ്ഥാനം മൂർത്തികളുടെ പേരിലാണെങ്കിൽ അത് ലോകത്തെ അറിയിക്കുക, അത്രമാത്രം. താങ്ക് യു.